ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 142. നമ്മളിന്ന് നോക്കുന്ന മണ്ഡലം 1 84ാമത്തെ സൂക്തമാണ്. അത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അതിനെ ഏകോപിപ്പിക്കുന്ന, സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് ആ കർമ്മത്തെ ഏകോപിപ്പിച്ചത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ സോമത്തെ ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നത്. ആ ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ഇത് മുൻപ് വളരെ വിസ്തരിച്ച പറഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. എന്താ പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84 1. ഋഷി ഗൗതമൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് അനുഷ്ടുപ്പ്, ഉഷ്ണക, പങ്ക്തി, ഗായത്രി. അസാവി സോമ ഇന്ദ്രദേ ശിവിഷ്ട തൃഷ്ണുവാഗഹി ആത്വാ പ്രണക്തവിന്ദ്രിയം രജസൂര്യോന രശ്മിഭിഹി. സർവശക്തനായ ഇന്ദ്രനായി സോമരസം പിഴിയപ്പെട്ടിരിക്കുന്നു. ശങ്കാരഹിതനായി ഇവിടെ വരാൻ ഇന്ദ്രനോട് അപേക്ഷിക്കുന്നു. സൂര്യൻ തന്റെ കിരണങ്ങളാൽ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ സോമത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന ശക്തി ഇന്ദ്രനെ പൂർണ്ണൻ ആക്കട്ടെ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ശക്തിമാനായ ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറൊന്നാക്കിയിട്ട് മാറ്റുന്നത്. അപ്പം അതിൻ്റെ എതിർപ്പുകളെയെല്ലാം തടഞ്ഞിട്ട് അത് പുതിയൊരു വസ്തുവാക്കി മാറ്റും. ഉദാഹരണമായിട്ട് അരിയെ ചോറാക്കുമ്പോൾ അരി ഹാർഡാണ്, ചോറ് പദമാണ്. അപ്പം അതിൻ്റെ അകത്ത് ചേരി എന്നിട്ട് ഇന്ദ്രൻ അതിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് അതെന്താക്കുന്നത്, ചോറാക്കി മാറ്റുന്നത്. അപ്പം ഇന്ദ്രൻ നല്ല ശക്തിമാനാണ്. ആ ഇന്ദ്രനായിട്ട് നമ്മൾ സോമം പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിഴിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നിലയിൽ വസ്തുക്കൾ, ഇപ്പം അരിയെല്ലാണെങ്കിൽ കഴുകിയിട്ടെല്ലാം വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ശുദ്ധമായ വെള്ളം. ഇപ്പം തേങ്ങയെല്ലാം ഉപയോഗിക്കാൻ ചിലപ്പോൾ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാലെടുക്കും. ശുദ്ധമായ സോമം വെച്ചിരിക്കുകയാണ്. നീ അത് വന്ന് സ്വീകരിക്കണം. സൂര്യൻ ആകാശത്തിൽ കിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ സോമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ രസമാണ്, ശക്തിയാണ് ഇന്ദ്രനെ പൂർണ്ണനാക്കുന്നത്. അപ്പം ഇന്ദ്രന് അരിനെല്ലാം പൊട്ടിച്ചിട്ട് ചോറാക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന സോമത്തിൽ നിന്നാണ്. നമ്മൾ എന്ത് സോമമാണ് അവിടെ കൊടുക്കുന്നത്? തീ കൊടുക്കും, അഗ്നി. ആ അഗ്നിയുടെ ബലത്തിലാണ് ഇന്ദ്രൻ ശക്തിമാനായിട്ട് ആ ചോറിനെ, അരിയിനെ ചോറാക്കി അതിൻ്റെ അകത്തുള്ള പൊട്ടിക്കുകയെല്ലാം ചെയ്ത് ഘടനയിൽ മാറ്റം വരുത്തി ചോറാക്കി മാറ്റുന്നത്. അപ്പം ഇന്ദ്രന് വേണ്ട ശക്തി നമ്മൾ കൊടുക്കുന്ന സോമത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി 2ലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84 2. ഇന്ദ്രമിദ്ധരീവഹദോ പ്രതിതൃഷ്ടശവസം ഋഷീണാം ച സ്തുതിർ ഉപ യജ്ഞം ച മാനുഷാണാം. ആർക്കും വശംവദനാകാത്ത ഇന്ദ്രനെ അദ്ദേഹത്തിന്റെ അശ്വങ്ങൾ യജ്ഞത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിമാരുടെ സമീപം കൊണ്ടുവരുന്നു. ആർക്കും വശംവദനാകാത്ത ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരെ പ്രേരിപ്പിക്കാൻ, ആർക്കും അതിനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മൾ ശത്രു രാജ്യത്തിൻ്റെ നേരെ ഒരു ബോംബ് ഇടുന്നു എന്ന് വെച്ചോ, ആ ശത്രു രാജ്യത്തിലെ ആൾക്കാർ അവിടെ ഇരുന്ന് ഇന്ദ്രനാണ് അതിനെ പൊട്ടിച്ചിട്ട് ആ ദേശം മുഴുവൻ ചുട്ടുകരിക്കുന്നത്. അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും, അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി. അപ്പം ഇന്ദ്രനാണ് എഴുന്നിട്ട് സ്തുതിച്ച് കഴിഞ്ഞാൽ ഇന്ദ്ര നിനക്ക് അത് തരാം ഇത് തരാം എന്നെല്ലാം പറഞ്ഞാൽ ഇന്ദ്രൻ പൊട്ടിക്കാതെ ഒരിക്കലും ഇന്ദ്ര ബോംബ് പൊട്ടിച്ചിട്ട് നശിപ്പിക്കും. അപ്പം ഇന്ദ്രനെ സ്വാധീനിക്കാൻ ആർക്കും പറ്റില്ല. അതതിൻ്റെ ജോലി ചെയ്യും. അപ്പോൾ ഋഷികളുടെ സമീപത്തിലേക്ക് ഋഷികള്
സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ അവരുടെ അടുത്തേക്ക് വരുന്നു. ഋഷികളാണ് സ്തുതികൾ എഴുതിയിരിക്കുന്നത്. സ്തുതികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദമന്ത്രങ്ങൾ. ഇതിലെല്ലാം ഇന്ദ്രനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ലേ പറയുന്നത്. ഇത് ഋഷികളിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചോറുണ്ടാക്കുന്നത് തന്നെ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കിയാലും ചോറാവും എന്നുള്ളത് നമ്മളെ പൂർവികർ കണ്ടെത്തി തന്നതാണ്. അങ്ങനെ ഋഷികളാണ് എല്ലാ സയൻസും കണ്ടെത്തിയിട്ട് പുസ്തകത്തിൽ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഋഷികളന്ന് എഴുതിയ സ്തുതികൾ കേൾക്കുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റും. എപ്പോഴാണ് ഇന്ദ്രൻ വരിക? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ വിളിക്കുന്നു. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-3. ആദിഷ്ടവിത്രഹൻ രഥം യുക്താതേ ബ്രഹ്മണാഹരി അർവാചീനം സുതേ മനോഗ്രാവ കൃണോതു വഗ്നുനാ. വൃത്രനാശകനായ ഇന്ദ്രന്റെ രഥത്തിൽ സ്തോത്രങ്ങളാൽ 2 അശ്വങ്ങളും ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രൻ ആ രഥത്തിൽ കയറി സോമമിടിക്കുന്ന ശബ്ദത്താൽ ഉത്കൃഷ്ടനായി ഇവിടെ വന്നാലും എന്ന് അപേക്ഷിക്കുന്നു. വൃത്രനാശകനായ ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും there is a reaction. Every action there is equal and opposite reaction. ഇന്ദ്രൻ അരിയെ പദമാക്കാൻ ശ്രമിക്കുമ്പോൾ അരി എതിർക്കും. അതിനെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ. അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തോൽപ്പിച്ചിട്ടാണ് ഇന്ദ്രൻ എന്താക്കുന്നത്? ചോറാക്കി മാറ്റുന്നത്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? സ്തോത്രത്താൽ. നമ്മൾ ശാസ്ത്ര തത്വം അനുസരിച്ചാണ് ചെയ്യുന്നത്. ചോറാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശാസ്ത്രതത്വം? അരി പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിയിലെത്തി കൊടുക്കണം, ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ട്. അതാണ് സയൻസ്. സ്തോത്രം ഉണ്ടെങ്കിൽ ഇന്ദ്രൻ വരികയുള്ളൂ. അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കാതെ ചട്ടിയിലിട്ടിട്ട് അരി ഒട്ടിട്ട് ചൂടാക്കിയാലോ അത് പൊരി വാരിയാക്കി തരും, ചോറാക്കില്ല. അപ്പം സ്തോത്രങ്ങളെ അനുസരിച്ചാണ് ഇന്ദ്രൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ 2 അശ്വങ്ങളെ രഥത്തിൽ കൂട്ടും. അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ, കുതിരശക്തി, ബലം ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുക? അതിൻ്റെ അരിയുടെ അകത്തെല്ലാം പൊട്ടിക്കുകയെല്ലാം ചെയ്തിട്ട് സോഫ്റ്റ് ആക്കുന്നത്. ബലം ഉപയോഗിച്ചിട്ടല്ലേ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പിനെയെല്ലാം കൊടുവാളെല്ലാം ആക്കുമ്പോൾ അടിച്ച് ബലം ഉപയോഗിച്ചിട്ട് അവിടെയെല്ലാം ബലമാണ് ഇന്ദ്രൻ്റെ ശക്തി. ബലത്തെ എപ്പോഴും 2ആയിട്ടാണ് പറയുക. അതുകൊണ്ടാണ് 2 കുതിരകൾ. ഫിസിക്സിലെ ബലത്തെ നേരത്തെ പറഞ്ഞു, ഒരു ബലത്തിന് 2 കോമ്പോണൻ്റ് ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കോമ്പോണ്ടും. അപ്പോൾ ആ ശക്തിയുള്ള കുതിരകളുമായിട്ടാണ് ഇന്ദ്രൻ എവിടെ വരിക? സോമം ഇടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടെ വരും. അതായത് അടുക്കളയിൽ അമ്മിയെല്ലാം ഇടുക്കിയും പൊടിക്കുകയെല്ലാം ചെയ്യുമ്പോൾ എന്തോ അവിടെ ജോലി നടക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ട് ഇന്ദ്രൻ അവിടെ ചാടിപ്പിടിച്ച് വരും. എന്നിട്ട് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട മാറ്റങ്ങൾ. ഇടിക്കുമ്പോഴും അതിൻ്റെ അകത്തും ഇന്ദ്രൻ വരുന്നുണ്ട്. നമ്മൾ ഇടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ നാരിൻ്റെ അകത്തുള്ള നീരുകൾ അതിൻ്റെ അകത്തുനിന്ന് വേർപെടുത്തി എല്ലാം എടുക്കുന്ന ഒരു രാസപ്രവർത്തനമുണ്ട്. അതിലും എല്ലാം ഇന്ദ്രൻ തന്നെ വന്നിട്ടാണ്. അവിടെ ഒരു സയൻസ് ഉണ്ട്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇടിച്ചാലല്ലേ പറ്റുള്ളൂ. അല്ലാതെ തേങ്ങ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പുറത്തേക്ക് വരില്ല. അതിനെല്ലാം ഓരോ രീതിയുണ്ട്. ആ സയൻസിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അപ്പം ഇന്ദ്രൻ അതിൽ നിന്നും തേങ്ങയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഇടിക്കുമ്പോൾ ആ ബലം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു തരും? വെളിച്ചെണ്ണ മാറ്റിത്തരും. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 84-4. ഇമം ഇന്ദ്രം സുതം പിബ ജ്യേഷ്ഠം അമർത്യം മദം ശുക്രസ്യ ധ്വാഭ്യ അക്ഷരൻ ധാരായുർദസ്യ സാധനേ. ഇന്ദ്രനോട് ഉത്തമവും ഹർഷദായകവും സംസ്കരിച്ചതുമായ സോമം രസം പാനം ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഈ യജ്ഞത്തിൽ സോമത്തിന്റെ
ഉജ്ജ്വലമായ ധാര ഇന്ദ്രന്റെ നേർക്ക് പ്രവഹിക്കുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സോമമെല്ലാം അങ്ങയുടെ നേരെയാണ് പ്രവഹിക്കുന്നത് എന്ന് പറയുകയാണ്. അത് ഉത്തമവും ഇതിന്റെ ഉന്മത്തനാക്കുന്നതുമാണ്. അത് സംസ്കരിച്ചതാണ്. അപ്പം നമ്മളൊരു യത്നം ചെയ്യുമ്പോൾ സംസ്കരിച്ച സോമം വേണം ഇന്ദ്രന് കുടിക്കാനായി കൊടുക്കാൻ. ശുദ്ധമായിട്ട് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധം. ഇപ്പൊ ചാക്കുന്ന അരിയും എടുത്തിട്ട് നേരെ വെള്ളത്തിലിട്ടിട്ട് അങ്ങ് കൊടുക്കുമോ ഇന്ദ്രന്? കൊടുക്കൂല. കല്ലും എല്ലാം പൊളിച്ച് എടുത്തു മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ടില്ല. അതാണ് സംസ്കരിച്ച സോമം ഇന്ദ്രന് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അത് എടുത്തിട്ട് അതിനാണ് പാനം ചെയ്യാറുള്ളത്. അതിന് നമുക്കെന്ത് തരും? ചോറ് തരും. അപ്പം നമ്മൾ സംസ്കരിച്ച സോമമാണ്, നിനക്ക് ഹർഷദായകമായ സോമമാണ് തരുന്നത്. അത് നിന്നെ സന്തോഷിപ്പിക്കുന്ന ഉന്മത്തരാക്കുന്ന തരത്തിലുള്ള ശുദ്ധമായ വസ്തുക്കളാണ് നിനക്ക് തരുന്നത്. നീ അതിനെ ശുദ്ധമായ പ്രൊഡക്റ്റാക്കി മാറ്റുക. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84 5. ഇന്ദ്രായ നൂനം അർച്ചതോ ഉക്താനി ച ബ്രവീതനാ സുധാ അമത്സുർ ഇന്ദവോ ജ്യോഷ്ടം നമസ്യദാസഹ. സ്തോത്ര ഉച്ചാരണത്തോടുകൂടി ഇന്ദ്രനെ പൂജിക്കുവിൻ. സംസ്കരിച്ച സോമത്താൽ ശക്തനായി തീർന്ന ഇന്ദ്രനെ പ്രണമിക്കൂ. ഇവിടെ സ്തോത്രങ്ങളാൽ ഇന്ദ്രനെ സമീപിക്കുവാൻ പറയുകയാണ്. സ്തോത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ദ്രനെ സമീപിക്കണം. സയൻസിലൂടെ ഇന്ദ്രനെ സമീപിക്കണം. എന്നാലേ ഇന്ദ്രൻ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവാക്കി തരികയുള്ളൂ. പിന്നെ എന്ത് വേണം? സംസ്കരിച്ച സോമവുമായിരിക്കണം. ശുദ്ധമായ വസ്തുക്കൾ. എന്ത് വസ്തു പ്രൊഡക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആദ്യം ഉപയോഗിക്കുന്ന വസ്തുവിനെ നല്ലവണ്ണം ശുചിയാക്കി ഇടിച്ചിട്ട് നീരെടുക്കേണ്ടിയാണെങ്കിൽ നീര് പരുവത്തിൽ കൊടുക്കണം. പൊടി രൂപത്തിലാണെങ്കിൽ പൊടി രൂപത്തിൽ എടുക്കണം. വേണ്ടാതെ അശുദ്ധെല്ലാം കളഞ്ഞിട്ട് ശുദ്ധമായ രീതിയിൽ ഇന്ദ്രന് കൊടുക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുക്കണം. എന്നിട്ട് ഇന്ദ്രനെ പ്രണമിക്കണം. ഇന്ദ്ര, നീ എനിക്ക് തന്ന്. ഇന്ദ്രൻ കഴിഞ്ഞാലല്ലേ നമുക്ക് ചോറായി കിട്ടുള്ളൂ. അപ്പൊ ഇന്ദ്രനോട് പ്രണമിക്കുക. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84 6. നഗിഷ്ടഭദ്രധീധരോ ഹരീയതിന്ദ്ര യക്ഷസേ നഗിഷ്ടവാനു മത്മനാ നഗിശ്വസ്യ ആനശേ. കുതിരകളെ രഥത്തിൽ പൂട്ടുമ്പോൾ ഇന്ദ്രൻ തന്നെ സർവശ്രേഷ്ഠനായ തേരാളിയായി കാണപ്പെടുന്നു. വേറൊരു ശക്തനോ അശ്വപാലകനോ ഇന്ദ്രന് സമാനമായി ഇല്ല. അങ്ങനെ ശുദ്ധമായ സോമം ഇന്ദ്രന് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? കുതിരകളെ രഥത്തിൽ കെട്ടിയിട്ട് വരും. കുതിരയെ തേരാളിയായിട്ട് ആ ബലത്തെയും വഹിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ വരിക. ബലം ഉപയോഗിച്ചിട്ടല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ അലുവയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് വെള്ളമെല്ലാം പുറത്തു പോയിട്ട് അതിങ്ങനെ കട്ടയായി വരുന്നത്. എല്ലാം ബലം പ്രയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ബലം ഇന്ദ്രന്റെ ബലമായിട്ട് പറയുകയാണ്. ഇന്ദ്രൻ ആ ബലം ഉപയോഗിച്ചുകൊണ്ട് ബലത്തെയാണ് 2 കുതിരകളായിട്ട് ചിത്രീകരിച്ചത്. അപ്പം ഇന്ദ്രൻ ആ ബലത്തിന്റെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് വന്ന് അതിനെ നമുക്ക് വേണ്ട ഇപ്പം അലുവ രൂപത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതാക്കി തരും. ഇന്ദ്രന് സമാനമായിട്ട് വേറൊന്ന് ഈ ലോകത്തിലില്ല. അപ്പം ഏത് യജ്ഞം നടത്തുന്നുണ്ടെങ്കിലും ഇന്ദ്രനാണ് അവിടെ അതിനെ ആ യജ്ഞത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. ഇന്ദ്രനെ ഒരു സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ മേസ്തിമാരായിട്ടോ എല്ലാം കാണും. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 84 7. യ ഏക വിദയദേവ സുമർത്തായ ദാശുഷേ ഈശാനോ അപ്രതിഷ്കുത ഇന്ദ്രോ അംഗ. യാതൊരുത്തൻ
ഏകനായി ഖബർദാതാവിന് ധനം നൽകുന്നതിൽ സമർത്ഥനായിരിക്കുന്നുവോ ആ ഇന്ദ്രൻ ആരാലും പിന്തള്ളപ്പെടുന്നില്ല. ആ ഇന്ദ്രനാണ് ഏകനായി കൊണ്ട് യജ്ഞം നടത്തുന്നവന് ധനം നേടിത്തരുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. എന്തോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇപ്പം ഗോതമ്പ് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് പാക്കറ്റിൽ നിറച്ച് വിൽക്കുകയാണെങ്കിൽ അത് പൊടിച്ച് തരും, പാക്കറ്റിൽ നിറച്ച് തരും. ആ മെഷീനിലെല്ലാം ആക്ട് ചെയ്യുന്ന അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇപ്പോൾ പാക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിറയ്ക്കും. പൊടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പാക്കറ്റിലായിട്ട് വരും. അപ്പോൾ അവിടെയെല്ലാം നടക്കുന്നതിൻ്റെ അതിൻ്റെ അകത്ത് ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് ഇതിനെ ഏകോപിപ്പിച്ചിട്ട് ഈ കർമ്മമെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇന്ദ്രൻ. എന്നിട്ട് അതിലൂടെ നമുക്ക് എന്ത് തരും? ധനം നേടിത്തരുന്നു. അപ്പം നമുക്ക് ധനം നേടിത്തരുന്നതിന് കഴിവുള്ള സമർത്ഥനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ ആർക്കും തടുത്തു വെക്കാൻ ആവില്ല. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-8. കഥാമർത്ഥം അരാധസം പദാക്ഷുംബം വിവസ്ഫുരത് കഥാന ശുശ്രുവദ്ഗിര ഇന്ദ്രോ അംഗാം. ഇന്ദ്രൻ ദാനം നൽകാത്ത വ്യക്തിയെ സർപ്പത്തിന്റെ പത്തി പോലെ എപ്പോൾ തകർക്കുമോ അപ്പോൾ ഞങ്ങളുടെ സ്തുതികൾ ശ്രവിക്കും. ദാനം നൽകാത്തവന്റെ ശിരസിനെ സർപ്പത്തിന്റെ പത്തി പോലെ അടിച്ചു തകർക്കും എന്ന് പറയുകയാണ്. ദാനം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം കൊടുത്താലേ നമുക്ക് വേറെ കിട്ടുകയുള്ളൂ. ഇൻപുട്ട് കൊടുത്താലേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ അരിയും വെള്ളവും ഇന്ദ്രന് കൊടുക്കണം, സിസ്റ്റത്തിന് കൊടുക്കണം. അല്ലാതെ ഒന്നും കൊടുക്കാതെ എനിക്ക് ചോറ് കിട്ടണം എന്നൊക്കെ നടക്കുന്ന കാര്യമല്ല. കൊടുക്കുന്നതിനെയാണ്, ദാനത്തെയാണ് അത് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. അപ്പം ദാനം നൽകാത്തവൻ്റെ അവൻ്റെ തലയടിച്ച് തകർക്കുമ്പോൾ തന്നെ അവന് ജീവിക്കാനും പറ്റില്ല. അതായത് അധ്വാനിക്കണം, കർമ്മം ചെയ്യണം. ശരീരം കൊണ്ട് അധ്വാനിക്കുകയാണെങ്കിലും നമ്മളെ ശക്തി കൊടുക്കണം ഇന്ദ്രന്. അപ്പം ഇന്ദ്രൻ അതിനെ നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ട് ഇരുമ്പിനെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ ആ ഇരുമ്പിനെ പരത്തിത്തരും. അപ്പോൾ ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ കൊടുക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ്റെ സ്തുതികൾ ശ്രവിക്കും. നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം, അല്ലാതെ ചെയ്യില്ല. ഇപ്പോൾ ഒരു ഇരുമ്പിനെ അടിച്ച് വരുന്ന ഒരു മരം എടുത്തിട്ട് മരത്തിൻ്റെ കമ്പെടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ ഇരുമ്പ് പരന്നു കിട്ടില്ല. സയൻസ് അല്ല. സയൻസ് കൊണ്ട് അങ്ങനെ അടിച്ചാലൊന്നും പോരാ. ഇത്ര ടണ്ണ് ബലം കൊടുക്കണം എന്നെല്ലാം കണക്ക്. ഓരോന്ന് പരന്ന് കിട്ടണ്ടെങ്കിൽ ചപ്പാത്തിയാണെങ്കിൽ കൈ കൊണ്ട് പരത്തിയാകും. പക്ഷെ ഓരോന്നിനൊരു സയൻസ് ഉണ്ട്. അതാണ് സ്തുതികൾ ശ്രമിക്കും. അപ്പം അധ്വാനിക്കുന്നവനാണെങ്കിലും സയൻസിലോട്ട് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടേ ഇന്ദ്രൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-9. യച്ഛിത്തി ത്വാ ബഹുഭ്യ ആസുദാവാം ആവി വാസതി ഉഗ്രം തത്പത്യദേശവ ഇന്ദ്രോ അംഗാം. അനേകം ജനങ്ങളിൽ ആര് സോമം പിഴിഞ്ഞെടുത്ത് ശ്രദ്ധാഭക്തിയോടുകൂടി ഇന്ദ്രനെ പൂജിക്കുന്നുവോ അവൻ തന്നെ അനന്തമായ ബലം പ്രാപിക്കുന്നു. ഇന്ദ്രൻ അവനെ ഉത്തമൻ ആക്കും. അനേകം ജനങ്ങൾ യജ്ഞം ചെയ്യുമ്പോൾ ആരാണോ ശരിയായ സ്തുതികളോടുകൂടി ഇന്ദ്രനെ ഭക്തിപൂർവം സമീപിക്കുന്നത് അവന് ഇന്ദ്രൻ ബലം നൽകും. അപ്പോൾ പല ആൾക്കാർ ജോലി ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അതിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നവരുടെ ഫലം കൂടുതൽ ഇന്ദ്രൻ കൊടുക്കും. ചെയ്യുന്നത് സയൻസിനാണ് പ്രാധാന്യം. അപ്പം പല ആൾക്കാർ ചോറ് വെക്കുന്നുണ്ടാവും. ഇപ്പം ചോറിൻ്റെ പിടി പല ആൾക്കാർ ചായ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എല്ലാ ചായയും ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. ചിലവരുണ്ടാക്കുന്നതല്ല. എന്തുകൊണ്ടായിരിക്കും അവിടെ? അയാൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, തത്വം, സയൻസ് ശാസ്ത്രീയമായിരിക്കും. അപ്പോൾ ഇന്ദ്രൻ അവനെന്ത് ചെയ്യും? നല്ല ഫലം നൽകും. അതല്ലേ ചില ചായക്കടയിൽ ഭയങ്കര ആളായിരിക്കും.
കാരണം അവിടുത്തെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അവിടെയും ചായ തന്നെയാണ്. മറ്റേ ചില ചായ കിടക്കുന്ന ചിലയിടത്ത് അധികം ആളുണ്ടാവില്ല, ചിലയിടത്ത്. എന്തുകൊണ്ടാണ്? അവൻ്റെ ടെക്നോളജി അത് ശാസ്ത്രീയമാണ്, ഏറ്റവും ശാസ്ത്രീയമാണ്. അവിടെ ഇത്ര നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുക, ആൾക്കാർ കണ്ടമാനം വരും, തരം കിട്ടും. എന്നിട്ടോ അവന് അനന്തമായ ബലം ലഭിക്കും. അങ്ങനെ അവൻ ഉത്തമനാക്കും അവന്. അപ്പം ആരാണോ ശാസ്ത്രീയപരമായിട്ട് യജ്ഞം ചെയ്യുന്നത് അവൻ ഉത്തമനായിട്ട് അവനെ ഇന്ദ്രൻ ഉത്തമനാക്കി മാറ്റും. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 84-10. സോദോർ ഇത്ഥാവിഷൂവദോ മധ്വ പിബന്തി ഗൗര്യാഹ യാ ഇന്ദ്രേണ സ്വയാവരിർ വൃഷ്ണാമദന്തി ശോഭസേ വസ്യൂർ അനുസ്വരാജ്യം. സ്വാദോടുകൂടിയതും ശരീരത്തെ രമിപ്പിക്കുന്നതുമായ മധുര സോമത്തെ വെളുത്ത ഗോക്കൾ സേവിക്കുന്നു. അവ ആനന്ദത്തിനു വേണ്ടി ഇന്ദ്രനെ അനുഗമിച്ച് അവന്റെ ഭരണത്തിൽ വസിക്കുന്നു. സ്വാദോടുകൂടിയതും ശരീരത്തെ രമിപ്പിക്കുന്നതുമായ മധുരസോമത്തെ വെളുത്ത പശുക്കള് ഗോക്കള് സേവിക്കുന്നു. അപ്പം നല്ല സ്വാദുള്ള പുല്ല്, നല്ല ഗുണമുള്ള പുല്ല്, അതും സോമം, അതും പശുക്കൾ സേവിച്ചു കഴിഞ്ഞാൽ അതാണ് പാലായിട്ട് മാറുന്നത്. അവിടെ ഇന്ദ്രനാണ് ആ വയറ്റിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിലെല്ലാം ആരാണുള്ളത്? ഇന്ദ്രനാണുള്ളത്. അപ്പം നല്ല ഭക്ഷണം പശുക്കൾ, നല്ല പോഷകമൂല്യമുള്ള ചെടികൾ, പശുക്കൾ കഴിച്ചാൽ ഇന്ദ്രനെ അവ ആനന്ദത്തിന് വേണ്ടി ഇന്ദ്രനെ അനുഗമിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് വയറ്റിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ ഇന്ദ്രൻ വളരെ ഹാപ്പി ആയിരിക്കും. ആ ഇന്ദ്രൻ എന്ത് ചെയ്യും? നല്ല പാല് പശുക്കൾക്ക് ഉണ്ടായിക്കൊടുക്കും. ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഏത് പ്രവർത്തനം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല ഭക്ഷണം, പോഷകമൂല്യമുള്ള ഭക്ഷണം കൊടുത്താൽ ഇന്ദ്രൻ അതിൻ്റെ അകത്തുനിന്ന് പാചകമെല്ലാം ചെയ്തിട്ട് നമുക്ക് ശരീരത്തിന് ഉന്മേഷമെല്ലാം തരും. ഇത് പശുവിനെ വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-11. താ അസ്യ പ്രശ്നയായുവ സോമം ക്ഷീണന്തി പ്രശ്നയഃ പ്രിയാ ഇന്ദ്രസ്യ ധേനവോ വജ്രം ഹിന്വന്തി സായകം വസ്യൂൻ അനുസ്വരാജ്യം. ഇന്ദ്രന്റെ പ്രിയപ്പെട്ട ഗോക്കൾ സോമത്തിൽ തങ്ങളുടെ പാല് ചേർത്ത് അവന്റെ വജ്രായുധത്തിന് പ്രേരണ നൽകി അവിടെ തന്നെ വസിക്കുന്നു. ഇവിടെ ഇന്ദ്രന്റെ പ്രിയപ്പെട്ട ഗോക്കള്, പശുക്കള്, ഇന്ദ്രന്റെ പ്രിയപ്പെട്ട ഈ പശുക്കള് സോമത്താൽ തന്നെ സോമം അത് കഴിക്കുന്ന നല്ല പുല്ല്, പോഷകമൂല്യമുള്ള പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ അത് പാലിൽ ചേർത്തുകൊണ്ട് അതിൻ്റെ പാലിന് എന്തുണ്ടാവും? നല്ല ഗുണമുണ്ടാവും. വേണ്ട സാധനങ്ങളെല്ലാം നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ പാലിന് ഗുണമുണ്ടാകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? വജ്രായുധത്തിന് പ്രേരണ നൽകി അവിടെ വസിക്കുന്നു, ആ പാലിൽ വസിക്കുന്നു. ആര്? ഇന്ദ്രൻ. ആ പാലിൽ എന്നിട്ട് ഊർജമുണ്ട്, ശക്തിയുണ്ട്. അപ്പം ആ വജ്രായുധം എടുത്തുകൊണ്ട് ഇന്ദ്രൻ അതിനകത്ത് വസിക്കുന്നുണ്ട്. ആരില്? ആ പാലിൽ. ആ പാല് നമ്മൾ കഴിക്കുമ്പോൾ അതിലുള്ള ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ ഊർജമെല്ലാം നമ്മുടെ ശരീരത്തിലും ആ പാലിന് എന്ത് കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താനെല്ലാം ഇന്ദ്രൻ അവിടെ ആ പാലിൽ നിന്ന് ആക്ട് ചെയ്യും. അപ്പോൾ പാലിലാലിരിക്കുകയാണ്, ഇന്ദ്രൻ ഇരിക്കുകയാണ് നല്ല ഊർജ്ജമെല്ലാം നേടിക്കൊണ്ട്. കാരണം പശു നല്ല പുല്ല് തിന്നതുകൊണ്ട്. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 84-12. താ അസ്യ നമസാസഹ സർപ്പയന്തി പ്രചേതസഹ വൃതാന്യു സശ്ചിരേ
പൂർവചിത്തയെ വസൂർ അനുസ്വരാജ്യം. ശ്രേഷ്ഠമായ ജ്ഞാനത്താൽ യുക്തരായ ആ ഗോക്കൾ ഇന്ദ്രന്റെ ശക്തിയെ നമിച്ചുകൊണ്ട് അവന്റെ ആശ്രയത്തിൽ കഴിയുന്നു. അതുപോലെ അവന്റെ നിയമങ്ങളെ വിളംബരം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ജ്ഞാനത്താൽ യുക്തമായ ഗോക്കളില് ശ്രേഷ്ഠമായ ജ്ഞാനമുണ്ട്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പശു തിന്നുന്നത് പുല്ലാണ്, കാര്യമായി നമുക്കൊന്നും വേണ്ടാത്ത പുല്ല്. പക്ഷേ ആ പുല്ലിനെ ആ വയറ്റിൽ വെച്ചിട്ട് ഏറ്റവും അമൂല്യമായ പാലാക്കിയിട്ടാണ് അത് തരുന്നത്. ആ ജ്ഞാനം എന്ന് പറയുന്നതോടെ അതിൻ്റെ അകത്ത് കിടക്കുന്ന പ്രവൃത്തി ജ്ഞാനം എത്ര വലുതാണ്. നമുക്കൊരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ഈ പുല്ല് ആ മെഷീനിലിട്ടിട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ എല്ലാം ചെയ്യുന്ന ഒരു മെഷീനിൽ ഈ പുല്ല് ഒരു വാക്കോട്ട് ഇട്ടിട്ട് പശു തരുന്ന മാതിരി അപ്പുറത്തൂട്ട പാല് കിട്ടൂല. പശുവിൻ്റെ വായിലൂട്ട പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വഴിക്കൂട്ട പാലായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ടെക്നോളജി നമുക്കറിയില്ല. നമുക്കറിയായിരുന്നെങ്കിൽ നമ്മളൊരു യന്ത്രം ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തൂട്ട പുല്ലിട്ട് കൊടുക്കണം, അപ്പുറത്തൂട്ട പാലായിട്ട് വരും. പശുവൊന്നും വേണ്ട, പോറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ ടെക്നോളജി ഒന്നും നമുക്കില്ല. അത് ആർക്കാ ഉള്ളത്? പശുവിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്താൽ യുക്തമായ ഗോക്കൾ ഇന്ദ്രനെ നമിച്ചുകൊണ്ടാണ് ഇതെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ അടക്ക് കിടന്നിട്ട് വലിയൊരു വലിയൊരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് ഇതിനെയെല്ലാം എന്താക്കി മാറ്റുന്നത്, പാലാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഗോക്കളെ ആരെയാണ് ആശ്രയിക്കുന്നത് പാല് കിട്ടാൻ വേണ്ടി? അതിൻ്റെ ഉള്ളിൽ വലിയ സയൻസ് ഉണ്ട്. സയൻസിലുള്ള ഒരു പ്രേരക ശക്തിയെല്ലാം കൂടിയിട്ടാണ് ഇതിനെ പാലാക്കി. അതാണ് ഇന്ദ്രൻ. അതേപോലെ അവൻ്റെ നിയമങ്ങളെ നമുക്ക് വിളംബരം ചെയ്യുന്നു. അതായത് ഇന്ദ്രൻ്റെ നിയമങ്ങൾ, ഇന്ദ്രനുള്ളിൽ കിടന്നുകൊണ്ട് ഇന്ദ്രനാണ് ഈ പുല്ലിനെ പാലാക്കി മാറ്റുന്നത്. അതിൻ്റെ നിയമങ്ങൾ എന്താണ്? വലിയൊരു സയൻസ് തത്വം അതിൻ്റെ അകത്തുണ്ട്. നമുക്കത് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ പാടാണ്. ആ സയൻസ് തത്വം നമ്മളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വരി കൃത്രിമം പാല് എന്തൊക്കെ ഒരു മിഷൻ ഡിസൈൻ ചെയ്തിട്ട് ഇതിലൂടെ പുല്ല് കൊടുത്തിട്ട് പാലെടുക്കുമായിരുന്നു. അത് ഇന്ദ്രനെ അറിയുള്ളൂ. അത്രയും വലിയ ജ്ഞാനമാണ് ഈ ശരീരത്തിലൂടെ പശുവിൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 84-13. ഇന്ദ്രോദധീജോ അസ്ഥിഭിർവൃത്രാണ പ്രതിഷ്കുത ജഘാന നവതീർണവ. ശത്രുക്കളാൽ ഒരിക്കലും പരാജയപ്പെടാത്തവനായ ഇന്ദ്രൻ ദധീജിയുടെ അസ്ഥിയാൽ നിർമ്മിക്കപ്പെട്ട വജ്രായുധത്താൽ വൃത്രൻ തുടങ്ങിയ 810 ദൈത്യന്മാരെ വധിച്ചു. ശത്രുക്കൾക്ക് ഒരിക്കലും ഇന്ദ്രനെ തോൽപ്പിക്കുവാനാകില്ല. കാരണം ഏത് കാരണവും ഇന്ദ്രൻ സാധിപ്പിച്ച് നമ്മൾക്ക് വേണ്ട സാധനമാക്കി തരും. നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ സാമ്പാറാണ് കിട്ടുന്നത്. അതിനെയെല്ലാം അടിച്ച് പൊളിച്ച് അതിൻ്റെ അകത്ത് എന്തെല്ലോ ചെയ്തിട്ടാണ് ഇന്ദ്രൻ അതാക്കി മാറ്റുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യണ്ടെങ്കിൽ നമുക്ക് വെണ്ടക്ക മുറിക്കണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള കടത്തി വേണ്ടേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഇട്ട വെണ്ടക്കേനെയും ഉരുളക്കിഴങ്ങിനെയെല്ലാം അതിൻ്റെ അകത്ത് ഇടിച്ച് പൊളിച്ചിട്ടല്ലേ പതാക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ കൈമേൽ എന്ത് വേണം? നല്ല വജ്രായുധം വേണം. വജ്രമാണ് ഏറ്റവും ഹാർഡ്. അപ്പോൾ എന്തിനേയും കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആയുധം ഇന്ദ്രൻ്റെ കൈമേൽ എഴുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ദധീജിൻ്റെ അസ്ഥി എന്നാണ് ഉണ്ടാക്കിയെന്ന് പറയാം. അത് പണ്ട് വേറൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ പറയുന്നില്ല. അസ്ഥിയാണ് ഏറ്റവും, നമ്മൾ അസ്ഥികളൊന്നും ആലോചിച്ചൊക്കെ അതുമാതിരിയുള്ള ഘടനയാണ് വജ്രത്തിനുള്ളത്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലിനെ പോലെയുള്ള നല്ല ഘടന. അതിലുള്ള ആറ്റങ്ങളെല്ലാം ഒരു പ്രത്യേക ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയും. അതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ ആയുധം വജ്രായുധം. എന്നിട്ട്
810 ദൈത്യന്മാരെ ശത്രുക്കളിൽ നിന്ന് പലതരം യജ്ഞങ്ങളിൽ ഇന്ദ്രൻ അവ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ആക്കി തരുന്നത്. ഇനി 14. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-14. ഇച്ഛൻ അശ്വസ്യ യത്ശിരാ പർവ്വതേഷു അപശ്രിതം തദ്വിദദത് ശര്യാണവതി. അശ്വത്തിന്റെ ശിരസ് ദൂരസ്ഥമായ പർവ്വതത്തിൽ പോയി വീണു. ഇന്ദ്രൻ അതിനെ ശരയണാവത്ത് എന്ന സരോവരത്തിൽ കിടക്കുന്നതായി കണ്ടു. 14 പറയുന്ന അശ്വത്തിന്റെ ശിരസ് ദൂരപർവ്വതത്തിലും സമുദ്രത്തിലും ചെന്നു വീണു എന്ന് പറയുകയാണ്. അശ്വത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് ബലമാണ്. നമ്മൾ ബലത്തെ എങ്ങനെയാണ് ഇപ്പോൾ വരക്കുക? ഒരു വരയും ഒരു ഏറോ മാർക്ക് കൊടുക്കും. ആ ഏറോ മാർക്കാണ് കുതിരേൻ്റെ മാതിരി ഉള്ളത്. അതാണ് പോയിട്ട് ബലം പ്രയോഗിക്കുന്നത്, എടുത്ത് ഏറ്റുമുട്ടുന്നത്. അത് പർവ്വതത്തിലായാലും സമുദ്രത്തിലായാലും എവിടെയാണോ ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ, ഇപ്പോൾ അസ്ത്രം ചെയ്യുകയാണെങ്കിൽ പർവ്വതത്തിൽ കൊള്ളുകയാണെങ്കിൽ ഏതാണ് പോയിക്കൊള്ളുന്നത്? ഈ ബലം ഈ ബിന്ദുവിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു ബലം വരക്കുമ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ് വരക്കുക, ഒരു വര ഇങ്ങനെ. ഇതാണ്, ഇവിടെയാണ് ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് മൂർച്ചയുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് പർവ്വതത്തിൽ പോയി പതിക്കും, സമുദ്രത്തിൽ പോയി പതിക്കും. എവിടെയും പോയി പതിക്കുന്നത് ഈ അസ്ത്രത്തിൻ്റെ അറ്റാണ്. നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു കവുകിളി എടുത്തിട്ട് കയറും കെട്ടിയിട്ട് ഇങ്ങനെ അയക്കുമ്പോൾ അത് അത്രയും ബലത്തിൽ അറ്റം പോയി തന്നെ. ചിലപ്പോൾ ആ കമ്പിങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞിട്ട് പോയി അവിടെ പോയി തട്ടി ഒന്നും പറ്റില്ല. പോയി തരയ്ക്കുന്നത് എങ്ങനെ തരയ്ക്കണം? ആ പോയിൻ്റാണ് തരയ്ക്കേണ്ടത്. അത്രയും സൂക്ഷ്മമായി അടിക്കുമ്പോഴാണ് പാറകൾ പൊട്ടിപ്പോവും, ജലം തന്നെ തെറ്റി മാറും. അപ്പം ഇത് എവിടെയും പോയി പതിക്കുന്നതിൻ്റെ ശിരസ്സാണ്. ഇന്ദ്രൻ ഉപയോഗിക്കുന്ന അസ്ത്രത്തിൻ്റെ ശിരസ് ബലമാണ് പ്രയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കല്ല് പൊട്ടിക്കണ്ടിക്കിൽ ഇങ്ങനെ പരന്നൊരു സാധനം കൊണ്ട് അടിച്ചാൽ അത് പൊടിയായി പോവുകയുള്ളൂ. മുറിക്കണ്ടിക്കിൽ നല്ല ഷാർപ്പായ സ്ഥലം വെച്ചടിച്ചാലേ അത് പൊട്ടുകയുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് ആൻഡ് കോൺ, അതാണ് ആ അസ്ത്രത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത്. അശ്വത്തിൻ്റെ കുതിരശക്തി ബലം, അതിൻ്റെ ശിരസ്സാണ് പർവ്വതത്തിൽ പോയി പതിക്കുന്ന, അല്ലെങ്കിൽ സമുദ്രം എവിടെയത്തേക്കാണോ അയച്ചത് അവിടെ പോയി പതിക്കുന്നത്. അതപ്പോൾ ഇന്ദ്രൻ അത് അവിടെ പതിക്കുന്നതായിട്ട് കാണുന്നു. ഇന്ദ്രൻ അങ്ങനെയാണ് അതിനെ അയക്കുന്നത്. ഇനി 15. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-15. അത്രാഹഗോർ അമന്യത നാമത്തുഷ്ടുർ അപീച്യം ഇഥാ ചന്ദ്രമസോ ഗൃഹേ. ദേവതകൾ ചന്ദ്രഗ്രഹത്തിൽ ഒളിഞ്ഞിരുന്ന തുഷ്ടാവിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞു. ദേവകൾ ചന്ദ്രഗ്രഹത്തിൽ ഒളിച്ചിരിക്കുന്ന ത്വഷ്ടാവിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞു. ഇവിടെയും ബലം തന്നെയാണ്. ഏത് ബലം? പ്രകാശം. പ്രകാശം ഒരു ഊർജം തന്നെയാണ്, പ്രകാശോർജം. അതും ശരംമാരിയാണ് പോകുന്നത്. സൂര്യനിൽ നിന്ന് പോകുന്ന പ്രകാശമാണ് ചന്ദ്രഗ്രഹത്തിൽ ഒളിച്ചിരിക്കുന്നത്. നമ്മൾ ചന്ദ്രനെ വെളിച്ചം കാണുന്നുണ്ട്, നമ്മൾ വിചാരിക്കും ചന്ദ്രൻ്റെ വെളിച്ചമാണ്. ചന്ദ്രൻ്റെ വെളിച്ചമല്ല, സൂര്യനിൽ നിന്നുള്ള വെളിച്ചം. അതും ശരന്മാർ വന്നിട്ട് ചന്ദ്രനിൽ തട്ടുമ്പോൾ അത് ചന്ദ്രനിൽ ഒളിച്ചിട്ട് ചന്ദ്രൻ്റേതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. നമുക്ക് വന്ന് ചന്ദ്രൻ്റെ വെളിച്ചമാണ് കേട്ടോ, ചന്ദ്രൻ നല്ല വെളിച്ചം. ഇത് ചന്ദ്രൻ്റെ ആണോ? അല്ല, സൂര്യനിൽ നിന്ന് വരുന്നതാണ് അവിടെ ഒളിച്ചിട്ട് നമുക്ക് കാണുന്നത് എന്ന് ദേവതകൾ തിരിച്ചറിഞ്ഞു. ദേവതകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ചന്ദ്രൻ്റെ വെളിച്ചമല്ല,
സൂര്യൻ്റെ തേജസ്സിനെ അത് ഒളിപ്പിച്ചിട്ട് നമുക്ക് തരികയാണ്. ഇനി 16. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-16. കോ അദ്യ യുങ്തേ ധുരികായുർദസ്യ ശിമീവദോ ഭാമിനോ ദുർഹൃണായൂൻ ആസൻ ഇഷൂൻ ഹൃത്സ്വസോ മയോ ഭൂന്യ യേഷാം ഹൃത്യാം ഇരണതത്സജീവാത്. കർമ്മവീരനും തേജോയുക്തനും ക്രോധസമ്പന്നനുമായ ഇന്ദ്രൻ്റെ കുതിരകളെ ജോഡി ചേർക്കാൻ ഇന്ന് ആരുണ്ട്? ശത്രുവിൻ്റെ മാറിടം പിളർന്ന് മിത്രങ്ങൾക്ക് സുഖം നൽകുവാൻ ഇന്ന് ആരുണ്ട്? ഇവരുടെ ശക്തി വർദ്ധിപ്പിച്ച് ദീർഘായുസ് കൊടുക്കാൻ ഇന്ന് ആരാണുള്ളത്? കർമ്മവീര്യനും എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ് ഇന്ദ്രൻ. തേജോയുക്തൻ, അതിന് തേജസ്സുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഊർജം അതിന് തേജസ്സായിട്ട് മാറും. ക്രോധസമ്പന്നനുമായ, അത് ദേഷ്യത്തിലാണ്. ഒരു കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാല്ല, അപ്പം ക്രോധവാനാണ്. അവരെന്തെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടു കൂടി പോയി അത് ചെയ്ത് സാധിപ്പിച്ചെടുക്കും. എതിർക്കുന്നവനെല്ലാം എടുത്ത് തട്ടിക്കളയാം. അപ്പം ക്രോധസമ്പന്നനായ അവൻ്റെ കുതിരകളെ ജോഡി ചേർക്കുന്നവർ ആനാണ്. അപ്പം അവന് ബലം കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ് ബലം കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കല്ല് പൊട്ടിക്കണ്ടിക്കൽ അതിൻ്റെ ശക്തി ആരാണ് കൊടുക്കേണ്ടത്? ഇന്ദ്രനാണ് പൊട്ടിക്കുന്നത്. അവിടെ പോയിട്ട് ആ ബലം ഉപയോഗിച്ചിട്ട് കല്ലിനെ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പൊട്ടിക്കും. പക്ഷെ അതിൻ്റെ ബലം കൊടുക്കുക ആ കുതിരകളെ ബലം എത്രയായിട്ടാണുള്ളത്? 2 കുതിരകളായിട്ടാണ്. ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, ഫോഴ്സിന് 2 കോമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. ഇതിനെ ചേർത്ത് ബലം കൊടുത്ത് വിടുന്നത് ആരാണ്? നമ്മളാണ് ഇതിനെ ബലം, അത് നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് ആ കുതിരകളെ ശക്തമാക്കുന്നത്? അതായത് ഇന്ദ്രനെ ആക്റ്റീവ് ആക്കുന്ന ആരാണ്? നമ്മളാണ്. അതിന് വേണ്ട ശക്തിയെല്ലാം സയൻസിലോട്ട് കൊടുത്താൽ മതി. ശത്രുവിൻ്റെ മാറിടം പിളർന്ന് നമുക്ക് സുഖം നൽകുന്നത് ആരാണ്? അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആ ബലം ഉപയോഗിച്ച് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ഒരു തടസ്സം ഉണ്ടാവും. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനെ തടസ്സമില്ലാതാക്കിയിട്ട് നമുക്ക് ഗുണം തരും. അങ്ങനെയാണ് നമുക്ക് ദീർഘായുസ്സെല്ലാം നൽകുന്നത്. നമ്മൾ സുഭിക്ഷമായിട്ടെല്ലാം ജീവിക്കുമ്പോൾ ദീർഘായുസ്സും കിട്ടും. ഇനി 17. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-17. കാ ഈഷദേ തുജ്യതേ കോ ബിഭായ കോ മംസദേ സന്തമിന്ദ്രം കോ അന്തി കസ്തോകായ കായിഭായോദ രായേധി ബ്രവത്തന്വേ കോജനായ. ആരാണ് പോകുന്നത്? ആരാണ് കഷ്ടം സഹിക്കുന്നത്? ഇന്ദ്രനെ ഭയപ്പെടുന്നത് ആരാണ്? ആര് സൽക്കരിക്കുന്നു? സമീപസ്ഥിതനായ ഇന്ദ്രനെ ആരറിയുന്നു? സന്താനങ്ങളുടെയും ഭൃത്യന്മാരുടെയും പരിജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഇന്ദ്രനോട് ആര് അഭയം യാചിക്കും? ആര് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ആരാണ് യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് പോകുന്നത്? ഒരു യജ്ഞം നടക്കുമ്പോൾ നമ്മളല്ല പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ചോറ് വെക്കുന്ന കാര്യം തന്നെ എടുത്തോളൂ. അരിയും വെള്ളം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ തീ കൊടുക്കുന്നതേ ഉള്ളൂ. അതിനെ അരിയെ ചോറാക്കി മാറ്റുന്നത് നമ്മളല്ല. അപ്പം ആരാണ് അവിടെ ആ യുദ്ധത്തിൽ, അതിൻ്റെ അകത്ത് നടക്കുന്ന വലിയൊരു യുദ്ധം നടക്കുകയാണ്, അതിൽ പങ്കെടുത്തിട്ട് അരിയെ ചോറാക്കി മാറ്റുന്നത് ആരാണ്? അതിന് പോകുന്നത് ഇന്ദ്രനാണ് പോകുന്നത്. ആരാണ് കഷ്ടങ്ങളെല്ലാം സഹിക്കുന്നത്? അതിനുവേണ്ടി എല്ലാം സഹിക്കുന്ന, ത്യാഗം സഹിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അവിടെ പോയി യുദ്ധം ചെയ്ത് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ഇന്ദ്രനെ ഭയപ്പെടുന്ന ആരാണ്? അതിൻ്റെ അകത്തുള്ള എതിർപ്പുകൾ, റിയാക്ഷൻ എന്ന് പറയാം ആധുനിക സയൻസിലോട്ട്, അല്ലെങ്കിൽ ഋത്രൻ എന്ന് പറയാം. ആ അരിയെ പദം വരാൻ സഹായിക്കാത്ത ആ എതിർക്കുന്ന ശക്തി, അവരാണ് ഭയക്കുന്നത്.
ആര് സൽക്കരിക്കും? സൽക്കരിക്കുന്ന ആരാണ്? നമ്മൾ ഈ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം സ്വീകരിക്കുക. വാ ഇന്ദ്രൻ, അഗ്നി കൊടുത്താൽ അഗ്നി പറയും, ഇന്ദ്ര വാ, ഞാൻ നിന്നെ സഹായിക്കാം അരിയെ ചോറാക്കാൻ. അടുത്തിരിക്കുന്ന ഇന്ദ്രനെ ആരാണ് അറിയുന്നത്? ഇങ്ങനെ ഒരു ശക്തി വിശേഷം അതിലുണ്ട് എന്നത് ആരാണ് അറിയുന്നത്? ആധുനിക സയൻസിനും അങ്ങനെ ഒരു ധാരണയില്ല. ആധുനിക സയൻസ് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന വെള്ളമാകുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്ന തരത്തിൽ ചെയ്യണമെന്നല്ലാതെ ഇതിൻ്റെ അകത്ത് അവയെ പൊട്ടിച്ച് വേർപെടുത്തുന്നതിന് പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? വേദമാണ് പറഞ്ഞു തരുന്നത്. അവിടെ ഒരു ശക്തി ഉണ്ട്. ഇതിനെയെല്ലാം സയൻസിലൂടെ ഏകോപിപ്പിക്കുന്ന ശക്തി. സന്താനങ്ങളുടെയും ഭൃത്യന്മാരുടെയും പിന്നെ ജനങ്ങളുടെയും എല്ലാം രക്ഷയ്ക്ക് വേണ്ടി ഇന്ദ്രനോട് ആരാണ് അഭയമാ ചോദിക്കുന്നത്? നമ്മളാണ് ഇന്ദ്രനോട് ചോദിക്കുന്നത്, ഇന്ദ്ര നീ നമുക്ക് ഇതിനെ ഒന്ന് ചോറാക്കിത്താം, ഞാൻ എനിക്ക് വേണ്ട സാധനം എല്ലാം തരാം. എന്താ എനിക്ക് വേണ്ടത്? അടുപ്പ് വേണോ? അടുപ്പ് തരാം. പാത്രം വേണോ? പാത്രം തരാം. അരി വേണോ? അരി തരാം. വെള്ളം വേണോ? വെള്ളം തരാം. അഗ്നി വേണോ? അഗ്നി വരാം. മൂടണോ? മൂടി വെച്ച് തരാം. നീ എന്ത് ചെയ്യണം? എനിക്കതിനെ ചോറാക്കി തരണം. ഇന്ന തത്വപ്രകാരം, ഇന്ന പാചക വിധി പ്രകാരം. അപ്പം ആരാണ്? നമ്മളാണ് യാചിക്കുന്നത്. ഇനി 18. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-18. കോ അഗ്നിമീഷ്ടേഹ വിഷാകൃതേന സൃജാ യജാത ഋതുഭിർതൃവേഭിഃ കസ്മൈ ദേവാ ആവഹാൻ ആശു ഹോമകോ മംസദേ ഭീതിഹോത്ര സുദേവ. ആരാണ് അഗ്നിയെ സ്തുതിക്കുന്നത്? ആരാണ് ഹവിസോടുകൂടിയ യജ്ഞം നടത്തുന്നത്? ദേവതകൾ ആർക്കു വേണ്ടി ധനം കൊണ്ടുവരുന്നു? ആരാണ് ഇന്ദ്രനെ അറിയുന്നത്? അപ്പം ആരാണ് അഗ്നിയെ സ്തുതിക്കുന്നത്? നമ്മളാണ് അഗ്നിയെ സ്തുതിക്കുന്നത്. അഗ്നിയോട് പറയുക, അഗ്നി നീ ഇന്ദ്രന് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ നിന്നെ കൊണ്ടാണ് ഇന്ദ്രന് ശക്തി കിട്ടുന്നത്. അപ്പോൾ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യും? അരിയെ ചോറാക്കും. അപ്പോൾ നമ്മളാണ് അഗ്നിയെയും സ്തുതിക്കുന്നത്. ആരാണ് ഹൃദയുക്തമായ ഹവിസോടുകൂടി യജ്ഞം നടത്തുന്നത്? ആ യജ്ഞം നടത്തുന്നതിനകത്ത് പുറത്തുനിന്ന് നമ്മളാണ് ചെയ്യുന്നതെങ്കിലും അകത്തുനിന്ന് ഇന്ദ്രനാണ് ആ യജ്ഞം. അവിടെ ഒരു ശക്തി വിശേഷമുണ്ട്, അതാണ് നടക്കുന്നത്. ദേവതകൾ, അപ്പോൾ ആ ദേവതകൾ ആർക്ക് വേണ്ടിയാണ് ധനം കൊണ്ടുവരുന്നത്? അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തു അല്ല ദേവതകളാണ്. അരി ദേവതയാണ്, ചോറായാൽ ചോറാൽ ദേവതയാണ്. ആ ചോറ് ആർക്കാണ് ധനം നൽകുന്നത്? നമുക്കാണ്. അല്ലാതെ ആടെ പാടുപെടുന്ന ഇന്ദ്രനോ അഗ്നിക്കോ ഒന്നുമല്ല. ഗുണം കിട്ടുന്ന ആർക്കാണ്? നമുക്കാണ്. ആരാണ് ദേവതകളോടുകൂടിയ ഇന്ദ്രനെ അറിയുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ ഒരു ഇന്ദ്രൻ അവിടെ ഉണ്ട്. ആ ഇന്ദ്രൻ സയൻസിലൂടെ യജ്ഞം ചെയ്യൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം സയൻസ് മനസ്സിലാക്കണം, പാചകം ഉണ്ടാക്കേണ്ട രീതി മനസ്സിലാക്കണം. എന്നിട്ട് അത് മുഖപ്രകാരം ഇന്ദ്രനെ സമീപിക്കണം. അപ്പോൾ ഇന്ദ്രൻ അതിനെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിത്തരും. ഇനി 19. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84-19. ത്വം അംഗപ്രശംസിഷോ ദേവ ശവിഷ്ടമർദ്യം ന ത്വദന്യോ മഘവൻ അസ്തി മർഡിതേന്ദ്ര ബ്രവീവി തേവചാം. ഇന്ദ്രൻ മരണശീലരായ മനുഷ്യരുടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നില്ല. ഇന്ദ്രൻ ധൈര്യദാതാവാണ്. ഇന്ദ്രനെ സത്യവാണിയാൽ സ്തുതിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ സത്യവാണിയാൽ സ്തുതിക്കുന്നു. ഇന്ദ്രനോട് പറയാണ്, ഞാൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ സ്തുതിക്കുകയാണ്. ഒരു യജ്ഞം ചെയ്യുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പറ്റിയ ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. നീ ധൈര്യദാതാവാണല്ലോ. അപ്പോൾ നീ എന്ത് ചെയ്യും? എനിക്ക് ധൈര്യം തരും. നീ തയ്യാറായി നിൽക്കുക, ഞാൻ നിൻ്റെ കാര്യമെല്ലാം സാധിപ്പിച്ചു തരാം. ഒരു യജ്ഞം ചെയ്യുമ്പോൾ
നമുക്ക് ഇപ്പം ഗോതമ്പ് പൊടിച്ചെടുക്കണം, മെഷീനിലിട്ടിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യം തരും ആര് ഇന്ദ്രൻ എന്ന് പറയും, ഒന്നും പേടിക്കണ്ട, ഇന്ന മെഷീനിൽ ശരിയായ മെഷീനിൽ നീ ഇതിനെ അങ്ങ് തള്ളിത്തന്നാൽ മതി, ഞാൻ ഇതിനെ പൊടിച്ച് ശരിയാക്കി തരാം. അവിടെ ഒരു സയൻസ് ഉണ്ടാകും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നീ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പൊടിച്ചു തരാം. അപ്പം നമുക്ക് ധൈര്യം തരും, നീ പേടിക്കൊന്നും വേണ്ട, നല്ല പൊടിയാക്കിയിട്ട് ഞാൻ തരാമെന്ന് പറയും. അപ്പം അത് നമുക്ക് ധൈര്യദാതാവാണ്. നമുക്കതിനനുസരിച്ച് നമ്മളധികം ഉത്സാഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കാമായിട്ട് ഇരുന്നാൽ മതി. അല്ലാതെ അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് ആക്റ്റീവ് ആകുന്നൊന്നും പറയുന്നില്ല. നമ്മളെ ചെയ്യേണ്ട സ്തുതിയോടുകൂടി അതിന് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അത് ചെയ്തോളൂ. നമ്മൾ അതിൻ്റെ കൂടെ കിടന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ നോക്കിയിരുന്നാൽ മതി. ബാക്കിയെല്ലാം ഇന്ദ്രൻ ചെയ്തോളൂ. നമ്മൾ പല വസ്തുക്കളിലുണ്ടായാലും ചില സാധനങ്ങളെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് മരുന്നുണ്ടാക്കുമല്ലോ. ആരാണ് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇതെല്ലാം മരുന്ന് രൂപത്തിലാക്കി മാറ്റുന്നത്? നമ്മൾ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം കൊടുത്തിട്ട്. അത് നമുക്ക് ധൈര്യം തരും. നീ ധൈര്യത്തിലാണ് നിന്നോ, ഒരു പ്രശ്നമില്ല, ഞാൻ അതിനെ നിനക്ക് വേണ്ട തരത്തിൽ ആക്കിത്തരാം, നിനക്ക് വേണ്ട സാധനം ഉണ്ടാക്കിത്തരാം, ധനം നേടിത്തരാം. പക്ഷേ കൊടുക്കേണ്ട സാധനമല്ല, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നീ നൽകണം. ഇനി 20 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 84 20. മാതേ രാധാംസി മാത ഊദയോ വസോസ്മാൻ കഥാജനാദഭൻ വിശാചന ഉപമീമിഹി മാനുഷവസൂനി ചർഷണിഭ്യ ആ. ഇന്ദ്രൻ്റെ ദാനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വഞ്ചിതർ ആകാതിരിക്കട്ടെ. ഇന്ദ്രൻ മനുഷ്യരുടെ ഹിതങ്ങൾ നിറവേറ്റുന്നവനാണ്. ഞങ്ങൾക്കായി എല്ലാ സമ്പത്തുകളും കൊണ്ടുവരൂ. ധനരൂപനായ ഇന്ദ്ര എന്ന് പറയുകയാണ്. ഇന്ദ്രനാണ് ധനത്തിൻ്റെ രൂപം. അതായത് നമ്മളെന്തെങ്കിലും യജ്ഞം ചെയ്യുമ്പോഴും നമ്മളെ കൊടുക്കുന്ന വസ്തുവിനെ പുതുതായിട്ട് മാറ്റും. നമ്മളിപ്പം ഗോതമ്പ് കൊടുത്താൽ ആ മെഷീൻ എന്ത് ചെയ്യും? ഗോതമ്പ് പൊടിയാക്കിയിട്ട് തരും. അതാണ് നമ്മൾ വിൽക്കുമ്പോൾ അധികം പൈസ കിട്ടും. ഗോതമ്പിനെ കട്ടിയും വില ഗോതമ്പ് പൊടി വിറ്റാൽ കിട്ടും. അപ്പം നമുക്ക് ധനം കിട്ടും, അധികം ധനം കിട്ടും. അതാരാണ് തരുന്നത്? ഇന്ദ്രനാണ് തരുന്നത്. നമുക്ക് ഗോതമ്പ് പൊടി തരുന്ന ആരാണ്? ഇന്ദ്രനാണ്. നമ്മൾ ഗോതമ്പാണ് കൊടുക്കുന്നത്, അത് ഇന്ദ്രൻ എടുക്കും. എന്നിട്ട് പകരം ഇന്ദ്രനാണ് ദാനം നൽകുന്നത്, വിലയുള്ള ആ ഗോതമ്പ് പൊടി. അപ്പം ഇന്ദ്രനാണ് ദാനം നൽകുന്നത്. അത് ആ ദാനം ഒരിക്കലും, ദാനത്തിലൂടെ ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല. എന്തുകൊണ്ട് വഞ്ചിക്കില്ല? നമ്മളിപ്പോൾ 1 കിലോ ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 കിലോൻ്റെ പൊടി തരും. 2 കിലോ കൊടുത്തു കഴിഞ്ഞാൽ 2 കിലോ പൊടി തരും. അല്ലാതെ അത് മോഷ്ടിക്കൊന്നുമില്ല. ഈ മോഷ്ടിക്കുന്ന പരിപാടിയെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മനുഷ്യരാണ്. അല്ലാതെ ഇന്ദ്രൻ ചെയ്യില്ല. ഇന്ദ്രൻ എത്ര ഗോതമ്പ് കൊടുത്തു അത്രയും പൊടി തരും. ഇന്ദ്രൻ അങ്ങനെ പറ്റിക്കുന്ന പരിപാടി ഇല്ല. നീ മനുഷ്യരുടെ ഹിതങ്ങൾ നിറവേറ്റി തരും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അത് നിറവേറ്റി തരും. നമുക്കെന്താ ആഗ്രഹം? നമുക്ക് ഗോതമ്പ് പൊടി വേണം വിറ്റിട്ട് പൈസയാക്കാൻ. നമ്മളെ കൈമേലും ഗോതമ്പേ ഉള്ളൂ. എന്നാ പിടിച്ചോ, ഇന്ദ്രന് കൊടുക്കുന്നു. മെഷീനിൽ ഇന്ദ്രൻ അത് പൊടിച്ച് ഗോതമ്പാക്കി തരും, ഗോതമ്പ് പൊടിയാക്കിയിട്ട് തരും. ഇത് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നവനാണ് ഇന്ദ്രൻ. ഞങ്ങൾക്ക് എല്ലാവിധ സമ്പത്തുകളും കൊണ്ടുതരുന്നു. അങ്ങനെ നമ്മളത് വിറ്റിട്ട് പൈസ 10 രൂപേൻ്റെ ഗോതമ്പ് പൊടിച്ചിട്ട് 15 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ 5 രൂപ ലാഭം കിട്ടും. അങ്ങനെ ഇഷ്ടംമാതിരി പൊടിച്ച് വിറ്റ് കഴിഞ്ഞാൽ കണ്ടമാന സമ്പത്ത് ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ.